ആദ്യമായിട്ട് ഷുഗർ കട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ പെട്ടെന്ന് നമുക്ക് നടക്കില്ലല്ലോ, തലവേദന എടുക്കും, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണ്? അത് എങ്ങനെയാ അത് മെയിൻറ്റെയിൻ ചെയ്യാ? നമുക്ക് ഇപ്പൊ ഡയറ്റിക്ക് വരുമ്പോ തന്നെ സഡൻലി നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അത് ഇപ്പോൾ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ 2 വീക്ക് കൊണ്ട് പതിയെ പതിയെ മെഷർമെന്റ് കുറച്ച് വരിക. പിന്നെ ഷുഗർ ഉള്ളതും പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. ഷുഗറൊക്കെ നമുക്ക് അത്രയും ലോഡായിട്ട് നിൽക്കുന്നത് സ്റ്റൊമക്കിന്. ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്താൽ തന്നെ നല്ല ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും സ്റ്റൊമക്കിന്. ഒരു കനം നന്നായിട്ട് ഫീൽ ചെയ്യും. ചിലർക്ക് അത്രയും വോളിയത്തിൽ ഫുഡ് കഴിച്ച് ശീലമുള്ളവർക്ക് പെട്ടെന്നൊന്നും ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പം ഇത് 1-2 ദിവസം പെട്ടെന്ന് കട്ട് ചെയ്താൽ തന്നെ ഹെഡ് ഏക്ക് വരും, പെട്ടെന്നൊരു അൺകൺട്രോൾഡ് ഫീൽ ചെയ്യും. അപ്പം ഇത് പതിയെ കട്ട് ചെയ്തിട്ട് എടുക്കാനേ പറ്റുള്ളൂ. അത്രക്കും ഡേഞ്ചറാണ് ഷുഗർ. പിന്നെ ഇതിനെല്ലാം ഗ്ലൂക്കോസാണ് വരുന്നത്. ഓവറായിട്ടുള്ള ബോഡിക്ക് ആവശ്യമുള്ള കൊടുക്കുന്ന അതിൻ്റെ അഡീഷണലായിട്ടും വരുന്നതൊക്കെ ഒരു പോയിസൺ, വൈറ്റ് പോയിസൺ. അപ്പം ഈ ഞങ്ങളിത് എൻ്റെ പ്രിപ്പിൽ മൊത്തം ഷുഗർ ടോട്ടലി കട്ടാണ്. പിന്നെ നമുക്ക് വേണ്ട ഷുഗർ ഫ്രൂട്ട്സിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി നമ്മൾ കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീനും എല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്. അതിനെല്ലാം പാർഷ്യലി കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആണല്ലോ. അപ്പോൾ പക്ഷേ ഇതിൻ്റെ മെഡിസിൻസ് ഒക്കെ എന്താ പറയുക, ഗവൺമെൻറ് അപ്രൂവ്ഡ് അല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എല്ലാ മെഡിസിൻസും അപ്രൂവ്ഡ് അല്ല. ഇപ്പോൾ എനിക്കൊന്ന് ട്രിവാൻഡ്രത്ത് ഒരു ജിമ്മിൽ നിന്ന് ഇങ്ങനെ മെഡിസിൻസ് പിടിച്ചു എന്നുള്ള രീതിയിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തുകൊണ്ടാണ് അത് ലീഗലൈസ്ഡ് ആക്കാത്തത്? സ്റ്റിറോയിഡ്സ് ആണ്. അതിപ്പം അസോസിയേഷൻ്റെതാണെങ്കിലും പലതരത്തിൽ 5-6 അസോസിയേഷനുകളുണ്ട്. മുന്നേ ഇതിനകത്ത് ഗവൺമെൻറ് അഫിലിയേഷൻ എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം അതിന് അംഗീകാരം ഇല്ല. ഇപ്പം എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. കേരള പോലീസിൻ്റെ ടീമൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും ഇതിപ്പം ഒരു ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ എടുത്ത് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. കറക്റ്റ് ശരിക്കും ഇതിൻ്റെ ചെറിയ സപ്പോർട്ട് ബോഡിക്ക് ആവശ്യമുള്ളൂ. അതിൻ്റെ ആവശ്യകതയുണ്ട്, പക്ഷെ ചെറിയ ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യമുള്ളൂ. ഇത് എന്താ പറയുക, സ്റ്റിറോയിഡ്സ് കൂടുതൽ എടുക്കുകയും ഫുഡ് കുറച്ചെടുക്കുകയും റെസ്റ്റ് കുറയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ബാഡ്ലി എഫക്റ്റ് ആവുന്നത്. മെയിൻലി റെസ്റ്റ്, ഫുഡ്, വർക്കൗട്ട്, പിന്നെയുള്ളൂ സ്റ്റിറോയിഡ്സിൻ്റെ ഒരു ചെറിയ സപ്പോർട്ട് വരുന്നത്. നമുക്ക് സ്റ്റിറോയിഡ്സ് എന്തായാലും വേണം. നമുക്ക് പ്രൊഫഷണലായിട്ട് പോകുമ്പോൾ ഞാൻ എല്ലാവർക്കും അത് റെക്കമെൻഡ് ചെയ്യില്ല. നോർമലി പോകുന്ന ഒരാൾക്കും, നോർമലി ഫിറ്റ്നസ്സിന് വേണ്ടി ചെയ്യുന്ന ഒരാൾക്കും ഇതിൻ്റെ ആവശ്യമില്ല. അത്ലറ്റ് എന്നുള്ളൊരു മൂഡിലേക്ക് വരുമ്പോഴാണ് ഞാൻ ഇതിൻ്റെ ആവശ്യകത പറയുന്നത്. അപ്പം അത്രയും പ്രൊഫഷണലായിട്ട് പോകുന്ന ആൾക്ക് മാത്രമേ റെക്കമെൻഡ് ചെയ്യാൻ പാടുള്ളൂ. അതും ബോഡി വെയ്റ്റിനനുസരിച്ചുള്ള ഒരു എമൗണ്ട് എടുക്കാൻ പാടുള്ളൂ. വളരെ ലെസ് ക്വാണ്ടിറ്റി മതി. നമ്മളെ ഇവിടെ യൂസ് ചെയ്യുന്നത് ശരിക്കും അത് ആവശ്യമില്ലാത്തൊരു മിസ്യൂസിങ് ആണത്. കറക്റ്റ്. ഇപ്പോൾ ഈ റെസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് ചേട്ടൻ തന്നെ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മസിൽ ബിൽഡിങ്ങിലും അല്ലെങ്കിൽ ഈ ഒരു കോമ്പറ്റീഷൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഉറക്കം എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാണ്ട് എല്ലാവർക്കും ഉറക്കം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് മരണമായിട്ട് മരിച്ച് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് വർക്കൗട്ട് കൂടുതലായിരിക്കും, അവർ എന്താ പറയുക റെസ്റ്റൊക്കെ കുറവായിരിക്കും. മേ ബി അവർ ഫുഡും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എടുക്കുന്നുണ്ടെങ്കിലും റെസ്റ്റും കാര്യങ്ങളൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ അത് എന്തോരം ബോഡീനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. റെസ്റ്റ് ഒരു മെയിൻ ഫാക്റ്റ്. അതിനകത്ത് റെസ്റ്റാണ് ഇതിനകത്ത്. ഇപ്പോൾ ഒരു വർക്കൗട്ട് ചെയ്ത് നമ്മൾ ഫുഡ് കൊടുത്ത് അമിനോ ആസിഡ്സ് മസിൽസ് ഡാമേജ് ആക്കിയ റിപ്പയറിങ്ങിനാണ് ഈ അമിനോ ആസിഡ്സ് നമ്മൾ ഈ പ്രോട്ടീൻ കൊടുക്കുന്നത്. റിപ്പയർ ചെയ്ത് റീബിൽഡ് ചെയ്ത് വരും. അതിൻ്റെ പ്രോസസ്സ് നടക്കണമെങ്കിൽ റെസ്റ്റ് വളരെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പം റെസ്റ്റ് കിട്ടുമ്പോൾ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് റിക്കവറി കിട്ടുമ്പോഴാണ് മസിൽ ബിൽഡപ്പായി വരുന്നത്. പിന്നെ പ്രോപ്പറായിട്ടുള്ള വർക്കൗട്ട് ചെയ്യാനുള്ള സ്ട്രെങ്ത് കിട്ടുന്നതും ഈ റെസ്റ്റ് കൂടെ തന്നെയാണ്. ഈ ഫുഡൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ സാധാരണ ഇപ്പോൾ എന്താ പറയുക വെയിറ്റ് ഗെയിൻ ചെയ്യാണ് ഫസ്റ്റ് ചെയ്യുന്നത്, അതോ എങ്ങനെയാണ് അതിൻ്റെ ഒരു? ഇല്ല, അത് അങ്ങനെയല്ല. ഒരു ഓൾഡ് സ്കൂളാണ് അത് നിങ്ങൾ പറയുന്നത്. ആ മെത്തേഡ് ചെയ്തുകൊണ്ട് ഇരുന്നു. പക്ഷെ ഇപ്പം അതിൽ നിന്നൊക്കെ കുറേ മാറിയിട്ടുണ്ട്. ഇപ്പം ലീൻ ബൾക്ക് എന്നുള്ളൊരു പ്രോസസ്സിങ്ങാണ്. നമ്മൾ അധികം ഫാറ്റ് കയറ്റാണ്ട് തന്നെ നിങ്ങളീ പറഞ്ഞ പ്രോസസ്സിങ് പറഞ്ഞാൽ ഒത്തിരി ഫാറ്റ് കയറും. ആവശ്യമുള്ളതും ഇല്ലാത്ത എല്ലാം ഫാറ്റ് കയറും. അതിൻ്റെ ആവശ്യമില്ല. പിന്നെ അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ബോഡി പറ്റിയ ഒത്തിരി സമയം എടുക്കും.
ബാഡ്ലി എഫക്റ്റ് ആവും ചെയ്യും അത്. അപ്പം നമ്മൾ ഈ മസിൽ ബിൽഡിങ് ചെയ്യുമ്പോൾ തന്നെ അത് ലീനായിട്ട് വളരെ ക്ലിയർ മസിലായിട്ട് തന്നെ ബൾക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആവും അത്. അത് നമ്മൾ കട്ട് ചെയ്തെടുക്കാനും വളരെ ടൈം ഓഫ് പീരീഡ് ഭയങ്കര ലെസ് മതി. ഒരു 40 days 50 daysനകത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് വളരെ എമൗണ്ട് ഓഫ് മെഡിസിനും കുറവ് മതി. ഇപ്പോൾ കേരളത്തിലെ ആമ്പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് 6 pack ആക്കാൻ വേണ്ടി അവർ എന്തൊക്കെ ചെയ്യണം? കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യണോ അതോ ഫുഡ് കറക്റ്റായിട്ട്? ഇതെല്ലാം വർക്കൗട്ട്, ഫുഡ്, റെസ്റ്റ് വെരി ഇമ്പോർട്ടൻസ് അതിനകത്ത്. മെയിൻലി നോർമലായിട്ട് ഇതിൻ്റെ മെയിൻ ഫാക്റ്റ് ഫുഡ് തന്നെയാണ്. റെസ്റ്റും വളരെ ഇമ്പോർട്ടൻസ്. ഇപ്പം ഇടയ്ക്ക് കിട്ടുന്ന നാപ്പുകളാണെങ്കിലും ത്രൂ ഔട്ട് നൈറ്റ് എന്തായാലും നമ്മൾ 8 hours സ്ലീപ്പ് നിർബന്ധമാണ്. പിന്നെ ഇടയ്ക്ക് കിട്ടുന്ന ചെറിയ നാപ്പുകൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ബോഡി ബിൽഡിങ് എന്നുള്ളൊരു ഇതിലേക്ക് വരുമ്പോൾ. ശരിക്കും ഈ 6 pack പറഞ്ഞാൽ മസിൽ ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാലേ ഈ മസിൽസ് കാണുള്ളൂ. എല്ലാം പിന്നെ അതുമല്ല പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എല്ലാ ഭാഗത്തും മസിൽസ് ബിൽഡാണ്. അപ്പോൾ കാണും ഭംഗിയായിട്ട് കിട്ടുള്ളൂ. കാണാൻ വെറും 6 pack കൊണ്ട് അത് ശരീരം ഭംഗിയാണെന്നില്ല. അപ്പം മസിൽ എന്തായാലും അവിടെ ബിൽഡിങ് പ്രോസസ്സ് നടക്കുന്നു. മസിൽ ബിൽഡിങ് പ്രോസസ്സ് എന്തായാലും അവിടെ നടത്തണം. അതിനു വേണ്ടി എന്താ റെസ്റ്റും ഫുഡും എന്തായാലും കൊടുത്തേ പറ്റും. വളരെ വെരി വെരി ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചപ്പോൾ ഒക്കെ ഇപ്പം ഒരു എന്താ പറയുക, ഇത്രയും മസിലുള്ള ആൾക്കാരും അല്ലെങ്കിൽ അതുപോലെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ നിരന്ന് നിന്നിട്ടും ചേട്ടന് മാത്രം ആ ഒരു ടൈറ്റിൽ കിട്ടാനായിട്ടൊരു റീസൺ ഉണ്ടാവും. അതെന്തൊക്കെയായിരുന്നു അവർ പറഞ്ഞത്? അല്ലെങ്കിൽ ഭയങ്കര പാടല്ല, അത്രയും എല്ലാവരും ഒരുപാട് ഡെഡിക്കേഷനോടുകൂടി വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പോൾ എന്തൊക്കെയായിരുന്നു അവർ പറഞ്ഞിരുന്നത്? എൻ്റെ ബോഡിൻ്റെ എമൗണ്ട് ഓഫ് എൻ്റെ വോളിയം കമ്പയർ ചെയ്യും കമ്പാരിറ്റീവ്ലി. ഇപ്പം ഞാൻ നിങ്ങൾ മത്സരിക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ജസ്റ്റ് ഇമാജിൻ വോളിയം വലുതായിരുന്നു, പ്രൊപ്പോർഷൻ ഞാൻ പറഞ്ഞില്ലേ ബൈ ബർത്ത് നമുക്ക് കിട്ടുന്നൊരു ബോഡി ഇതിൽ അത് സൈസ് വൈസിൽ ആണ് മെയിൻലി അവിടെ വിൻ ചെയ്ത് വന്നത്. പിന്നെ പ്രൊപ്പോർഷൻ എല്ലാ മസിലും ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ ഇല്ലെന്നാലും ഓൾമോസ്റ്റ് ഇനിയും ഒരുപാട് മസിൽ ബിൽഡ് ചെയ്ത് എടുക്കാനുണ്ട്. പ്രൊഫഷണലായിട്ട് ഞാൻ പറഞ്ഞ പ്രോ മത്സരത്തിന് മുമ്പ് ഇനിയും എമൗണ്ട് ഓഫ് മസിൽ ആഡ് ചെയ്യണം നമ്മൾ. ചേട്ടൻ എന്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതിന് തൊട്ട് മുമ്പ് വരെ, അല്ലെങ്കിൽ ഇപ്പം സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് വരെ എന്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പാടില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഫുഡ് നമ്മൾ വാട്ടർ ഇൻടേക്ക് കൂടുതൽ പറ്റില്ല, പക്ഷെ വാട്ടർ എടുക്കാം നമുക്ക് ചെറിയ എമൗണ്ടിൽ ആ സെയിം ഡേ വരെ. വെള്ളം കുടിക്കാൻ പാടില്ല, വെള്ളം അതൊക്കെ ഈ പഴയ മെത്തേഡിലുള്ളതാണ്. വാട്ടർ എടുക്കാം ശരിക്കും. അന്നും ഞങ്ങൾ വാട്ടർ എടുക്കും. ഓരോ മീലിൻ്റെ കൂടെ ഇത്ര ഒരു 50 ml 100 ml വാട്ടർ എന്തായാലും എടുക്കാറുണ്ട്. സാധാരണ തലേ ദിവസം വരെ ഫോളോ ചെയ്ത ഡയറ്റ് തന്നെയാണോ അന്നത്തെ ദിവസം ഫോളോ? ഇച്ചിരി പ്രോട്ടീൻ്റെ എമൗണ്ട് കുറക്കും. പ്രോട്ടീൻ എമൗണ്ട് ഇപ്പോൾ 150 ഗ്രാമിലോടുത്ത് 90 80 70 gram അങ്ങനെ എടുക്കും. പിന്നെ കാർബോഹൈഡ്രേറ്റ് ഇച്ചിരി കൂട്ടും. നമ്മൾ ഓഫ് സീസൺ എടുത്ത അതേ കാർബോ ലോഡിങ് 250 gram റൈസ് അങ്ങനെയൊക്കെ വരും. ഫാറ്റ്സ് ആണെങ്കിലും ഇച്ചിരി ചെറിയ എമൗണ്ട് ഓഫ് വരുള്ളൂ ഫാറ്റ്സ്.